ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആൻഡ് ബോ. എനിക്കറിയാം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും ഒരു നല്ല ന്യൂസുള്ള വീഡിയോ അല്ല. എന്താ ഒരുപാട് ടൈം എടുത്ത് ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. റാംബോ ഇനിയില്ല, ആക്ച്വലി അവൻ മരിച്ചുപോയി. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ട് ഞാനാണെങ്കിൽ എന്താ പറയുക, ഓക്കെ 2 മാസം മുമ്പായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലില്ലായിരുന്നു. ഞാനൊരു ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഞാൻ നാട്ടിലില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടായിരുന്നു. അത് മാത്രമേ ഇട്ടുള്ളൂ. കാര്യം എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. വേറെ വീഡിയോ ഒന്നും ചെയ്യാനുള്ളൊരു ഒരു മൈൻഡ് അപ്പം ഇല്ലായിരുന്നു. എന്താ പറയുക, മരിച്ചൊരു 2, 3, 4 ഓൾമോസ്റ്റ് 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറി തന്നെ ഇട്ടത്. അപ്പം ഇങ്ങനെ പോയെന്ന് പറഞ്ഞു. എനിക്കല്ല ജസ്റ്റ് കുറച്ച് പേരെ ഒരുപാട് പേര് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് റീസൺ. അപ്പോൾ എല്ലാവർക്കും ഒന്നും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വോയിസ് കുറേ പേർക്കൊക്കെ കിട്ടും എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട്. എല്ലാവരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് എന്ത് പറ്റിയാണ്. അപ്പം ഒരു വീഡിയോ ചെയ്തിടാണ് ഞാൻ ലൈക്ക് എന്തായാലും ചെയ്തിടണം. കാര്യം ഇത് അവൻ്റെ പേജാണ്, അവൻ്റെ ചാനലാണ്. സോ പക്ഷേ ഞാനൊട്ടും ഓക്കെ അല്ലായിരുന്നു. ആ സമയത്തൊന്നും ഇടാൻ തോന്നിയില്ല. നാട്ടിൽ വന്നായിരുന്നു ലീവിന്. ആ സമയത്തും ഇടാൻ തോന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു വല്ലാത്ത മൈൻഡായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു വീഡിയോ ഇടാം, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാം എന്നിപ്പോഴാണ് എനിക്കൊരു മെൻ്റലി ആണെന്ന് പ്രിപ്പയർ ആയത്, അല്ലെങ്കിൽ ഒന്ന് ഓക്കെ ആയത്. പോയ്സണിങ് ആയിരുന്നു, അതാണ് റീസൺ പറഞ്ഞത്. കാര്യം ഞാനാണെങ്കിൽ ഷിപ്പിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവനിങ്ങനെ വയ്യ. ലൈക്ക് ഞാൻ ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അവൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവനെ ഞാൻ കണ്ടു. ലാസ്റ്റ് ഞാൻ കാണുന്ന അപ്പോഴാണ് അവനെ. അങ്ങനെ അവർ കാണിച്ചു. വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു, സിറ്റ് ഔട്ടിൽ കെട്ടിയേക്കാണ്. വീഡിയോ കാണുന്നവർക്കറിയാം നിൽക്കുന്ന എവിടെയാണെന്ന്. അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴും എന്തോ ഒരു മീൻസ് അവനെ കാണുമ്പോൾ എനിക്കറിയാം ഓക്കെയാണോ അല്ലയോന്നും. എന്തോ അത്ര ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി എനിക്ക്. എന്തോ അവനൊരു സങ്കടമുള്ള പോലെ തോന്നി. മീൻസ് എന്താ പറയുക, ബിഹേവിയർ കാണുമ്പോൾ നമുക്കറിയാതെ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, അവനെന്തോ വയ്യെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, വേറെ പട്ടികളെ കണ്ട് നടന്ന് കുരച്ചിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ബട്ട് എനിക്കെന്തോ പോലെ തോന്നി. അങ്ങനെ അന്ന് വൈകിട്ട് രാത്രി അവൻ ഫുഡ് കഴിച്ചില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേനും അമ്മ നോക്കിയപ്പോഴത്തേനും ചെറുതായിട്ട് വൊമിറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് പേടിയായി. കാര്യം പപ്പിക്ക് ഇങ്ങനെ സംഭവിച്ചതാണ് മുമ്പ്. മറ്റേ ലാബ് എല്ലാ വീഡിയോ കാണുന്നവർക്കറിയാം. അത് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ആകെ പേടിയായി, ടെൻഷനായി. അപ്പോൾ അവനാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു ആക്റ്റീവും അല്ല, ടയർഡായിട്ട് പോലെ നിൽക്കുന്നു. വലിയ സാധാരണ അമ്മയെ കാണുമ്പോൾ ഉള്ള ഒരു ചാട്ടോ ബോളോ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ അമ്മയ്ക്ക് പേടിയായി. അമ്മ ഉടനെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛൻ വീട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഉടനെ തന്നെ അവർ റെഡിയായി കഴിഞ്ഞ് വന്ന സമയം കൊണ്ട് അവൻ ആകെ വീക്കാവാൻ തുടങ്ങി. ഭയങ്കര പെട്ടെന്ന് വീക്കാവാൻ തുടങ്ങി. വീണ്ടും വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ അവർ പറഞ്ഞാണ് എൻ്റെ എനിക്ക്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴത്തേനും അവനും ആകെ നടക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനായി. തന്നെ അവർ ബ്ലഡ് ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേനും പെട്ടെന്ന് അവനാണെങ്കിൽ ഫെയിൻ്റായി. അനക്കൊന്നും ഇല്ലാതെ തന്നെ കിടക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ ഭയങ്കരമായിട്ട് ബഹളം കരച്ചിൽ തുടങ്ങി. അങ്ങനെ ഡോക്ടേഴ്സ് വന്ന ഉടനെ വെന്റിലേറ്ററിലാക്കി. അപ്പോഴാണ് എനിക്കിങ്ങനെ വിളിച്ച് അവർ പറയുന്നത് തീരെ വയ്യ, അവന് വെന്റിലേറ്ററിലാണ്. ഞാൻ ഷിപ്പിൽ നിൽക്കുക, എൻ്റെ കൺട്രോൾ ഫുൾ കയ്യിൽ നിന്ന് പോയി. വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ അവൻ ആ ഡേ ഫുള്ള് വെന്റിലേറ്ററിൽ കിടന്നു. അപ്പോഴേ ഡോക്ടേഴ്സൊക്കെ പറയുന്നു പാടായിരിക്കാം. അവർ റീസൺ ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞ പോയിസണിങ് ആണെന്നാണ്. പോയിസണിങ് മീൻസ് ആരും വിഷം കൊടുക്കണമെന്നൊന്നുമില്ല. കാര്യം എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ആരും വിഷം കൊടുക്കാനായിട്ട് ആരുമില്ല. അങ്ങനെ ആരും ചെയ്യത്തില്ല അങ്ങനൊന്നും. പിന്നെ ഒരു മാത്രമല്ല പറ്റത്തുമില്ല. കാര്യം ഒന്നാമത്തെ കാര്യം അവൻ അങ്ങനെ വേറെ ആരും ഫുഡ് കൊടുത്താലും എടുത്ത് കഴിക്കില്ല. രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊന്നും ആരും അവന് അങ്ങനെ പോയിസൺ കൊടുക്കുന്ന ആരുമില്ല. ആരും അങ്ങനെ ചെയ്യില്ല, അത് ഉറപ്പാണ്. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കകളൊക്കെ പോയിട്ട് കയ്യെത്തുന്നൊക്കെ പോയിട്ട് ഈ ആരെങ്കിലുമൊക്കെ എന്തിനൊക്കെ ഈ വയലിലൊക്കെ വിഷം വെച്ചേക്കത്തില്ലയോ, എന്തിനേലോ കൊല്ലാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് കുത്തിയെടുത്തുകൊണ്ട് വരും. എന്നിട്ട് അത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ അതെടുത്ത് കഴിക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ നക്കിയാലും മതിയാലും ജസ്റ്റ് ഒന്ന്. ഹെവി പോയിസണൊക്കെ ആണെങ്കിൽ പ്രശ്നം. അപ്പം അങ്ങനെ എന്തോ ആവാനാണ് ചാൻസ്.
ഉള്ളവരെ ഒരു ചാൻസ് ഉള്ളത് അത് മാത്രമാണ്. അപ്പം അതാണ് സംഭവിച്ചത്. അങ്ങനെ അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ജസ്റ്റ് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന ഡോക്ടറാണ്. പുള്ളി പറഞ്ഞു ചില ഡോഗ്സൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ കിടന്നിട്ട് എണീക്കാനുള്ള സർവൈവ് ചെയ്തുള്ള ചാൻസ് ഉണ്ട്, ചിലത് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഇല്ല അവൻ ഇനി ഇരിക്കില്ല എന്നുള്ളത്. അങ്ങനെ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ തിരിച്ചു കൊണ്ടുപോകും, ഡോക്ടർ തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവന് അനക്കമൊന്നുമില്ല, ചെറിയൊരു ശ്വാസം മാത്രം. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, അവർ വീട്ടിലെത്തിയപ്പോൾ സമയം കൊണ്ട് വിളിച്ചു പറഞ്ഞു ഞാൻ പോയി എന്ന് പറഞ്ഞു. പറയാൻ പോയിനില്ലടേ. ഞാൻ സത്യം പറഞ്ഞാൽ അത് അതിനുശേഷം ആകമല്ലാതായിരുന്നു. എനിക്കിങ്ങനെ വീഡിയോ ഇടാനോ ഒന്നുമുള്ളൊരു ഷിപ്പിൽ നിൽക്കുന്ന കാരണം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് പിന്നെ അവനും ഇല്ല, അതുകൊണ്ട് വീഡിയോസൊന്നും ഇടാൻ തോന്നിയിട്ടില്ല. അവിടുത്തെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്തോ ഈ ചാനൽ എനിക്ക് അതൊന്നും ഇടാനായിട്ട് ആ സമയത്ത് തോന്നിയില്ല. അങ്ങനെ ഇടയ്ക്ക് യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഒരു വീഡിയോ ഇട്ടത്, ജസ്റ്റ് അവിടെ നിൽക്കുന്ന ഒരു വീഡിയോ. കാര്യം അല്ലെങ്കിൽ വീഡിയോ ഇടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. പിന്നെ വിചാരിച്ചാണ് ട്രാവലിംഗ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം, രസമായിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ചാണ്. അപ്പം ഇത് സംഭവിച്ചു. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു ഇതേ വന്നില്ല. പിന്നെ ഇത് എന്തായാലും ഈ ചാനൽ പറയണമെന്ന് എന്തായാലും പറയണം. അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് തോന്നി, ഒന്ന് മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് എന്താ സംഭവിച്ചെന്നുള്ള പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പപ്പി പോയപ്പോൾ തന്നെ ആകെ ഇതായിരുന്നു. അന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അത് പക്ഷേ ഉടനെ ഇട്ടിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇട്ടു തോന്നുന്നു. പക്ഷേ അവനോട് പോയപ്പോഴത്തേനും ഭയങ്കര ഇതായിപ്പോയി, അത് വല്ലാത്ത ഇതായിപ്പോയി. രണ്ടുപേരില്ല, വീട്ടിൽ ലീവ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേനും എന്താ പറയുക, ഒട്ടും സന്തോഷമില്ലായിരുന്നു. സാധാരണ നമ്മൾ ലീവിനൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അടിക്കുമ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ആകെ ഒരു ഭയങ്കര സങ്കടം. എന്താ പറയുക എന്ന് വെച്ചാൽ അവനില്ല, രണ്ടുപേരും ഇല്ല. അവിടെ ആകെ ഒരു ഒഴിവ് പോലെ. വീട്ടിലും ആകെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം എന്താ പറയുക, അമ്മ അച്ഛനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിരുന്നു. അപ്പോൾ ഇവർ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് വീഡിയോ ആണെന്നൊക്കെ അറിയാമല്ലോ, വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് അവനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്യാം, കരയും ബഹളമൊക്കെ വയ്ക്കും. അങ്ങനെ അമ്മ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഫുഡ് അവന് കൊണ്ടു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പെട്ടെന്ന് അവൻ പോയപ്പോഴത്തേനും അവർക്കും കുക്ക് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു. അടുക്കളയിൽ അങ്ങനെ ചിക്കനൊന്നും പിന്നെ വെപ്പമില്ലായിരുന്നു. അമ്മ പറയുന്ന കേട്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് പിന്നെ ഇത്തിരി അവർ ചിക്കനോ എന്തോ വീട്ടിൽ കുക്ക് ചെയ്തതെന്ന്. കുറേ കാലം എല്ലാവരും കരച്ചിൽ തന്നെയായിരുന്നു. ബിക്കോസ് ഒരു ഫാമിലി മെമ്പർ തന്നെയായിരുന്നു അവൻ. പോലെ എന്നല്ല, ഫാമിലി മെമ്പറായിരുന്നു. ഫാമിലി മെമ്പറിനെ പോലെ എന്ന് പറയാക്കത്തില്ല, എന്താ പറയുക, ചിലപ്പോൾ എന്നെക്കാട്ടിലും അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനായിരുന്നു. അപ്പം അത് പോയപ്പോഴത്തേനും അവരാകെ തകർന്നു പോയി. എല്ലാവരും ഭയങ്കര സങ്കടമായിരുന്നു, കരച്ചിലും ബഹളവും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇല്ല, നാട്ടിൽ നിന്ന് വേറെ ഇടത്തോട്ട് വന്നു. ഇപ്പോൾ 5% അയർലൻഡാണ്. അപ്പം ഇന്നെന്തോ വീഡിയോ ഇടണമെന്ന് എനിക്കിങ്ങനെ തോന്നി, പറയണമെന്ന് തോന്നി, അതുകൊണ്ടായി വീഡിയോ വന്നത്. എന്താ പറയുക, ഒന്നും പറയാൻ വരുന്നില്ല. മീൻസ് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. എന്തൊക്കെയാണ് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. സോ എനിക്കറിയാം ഒരുപാട് പേർക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. കൊച്ചുങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് എനിക്ക് സ്ഥിരം മെസ്സേജ് റാമ്പോടെ ഒരു ഫോട്ടോ അയക്കുമോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴും ഒന്നും എല്ലാവർക്കും ഒന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, വേറൊന്നുമല്ല കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം സങ്കടമാകുമെന്ന് എനിക്കറിയാം. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, എന്ത് പറ്റി ചേട്ടാ, അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട്. അതാണ് സംഭവിച്ചത്. റാമ്പോ ഇനിയില്ല. ഓക്കെ, ഇനി എന്തായാലും വീഡിയോസ് ഇടും ഞാൻ കുറച്ച്. ചിലപ്പോൾ ഉടനെ ഇട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒന്ന് ഓക്കെ ആവും. മീൻസ് ഓക്കെ പ്രിപ്പയർ ആയില്ലയോ എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. വീഡിയോസ് ഇനി ഇടാൻ വേണ്ടി ട്രൈ ചെയ്യും. കുറച്ച് ട്രാവലിംഗ് വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യും. പെറ്റ്സിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യും. ഓക്കെ, വീഡിയോ ഇട്ട് തുടങ്ങും, ഉടനെ തന്നെ ഇട്ട് തുടങ്ങും. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് തുടങ്ങും. സോ ഇത് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, എൻ്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും ഒന്ന് ജസ്റ്റ് അവനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എല്ലാം ഇഷ്ടപ്പെടുന്നവരൊന്ന് പ്രാർത്ഥിക്കുക. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവനെ, ഭയങ്കരമായിട്ട്. ഇത്രയുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്, കയ്യിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നതാണ്. അപ്പം എന്തോ അവനെ പോലെ ഡോഗിനെ ഇനി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. കാര്യം അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു അവൻ. എന്താ പറയുക,
അഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഡോഗ്സിനെ അങ്ങനെ അഗ്രസീവായിട്ട് വളർത്തിക്കൂടാ, പക്ഷേ അവൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു അറിയാം. ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതേ സ്ഥാനത്ത് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് അഗ്രസീവായിരുന്നു, എന്നാൽ ആവശ്യമില്ലാതെ ആരെയും പോലെ കടിക്കത്തുമില്ലായിരുന്നു. പെറ്റ്സിൻ്റെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൻ്റെ അടുത്തെല്ലാം ഭയങ്കര ഇതായിരുന്നു. നമ്മൾ പലരും പറയും പിറ്റ്ബുൾ എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലും തിന്നും. ഓക്കെ, എല്ലാം ഓണേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളൊരു ഡോഗിനെ എങ്ങനെ വളർത്തും, അത് പിറ്റ്ബുള്ളാവണമെന്നില്ല, സാധാ ലാബ്രഡോർ ആയാലും മതി. നമ്മളെങ്ങനെ വളർത്തുന്നു അതനുസരിച്ചാണ് ഡോഗ്സിൻ്റെ ബിഹേവിയർ വരുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബേസിക്കലി എല്ലാ ഡോഗ്സും ഭയങ്കര ലവബിളാണ്. നല്ലപോലെ വളർത്തി കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഒരു പാകളാണ്. അപ്പം ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ എന്തായാലും ഉടനെ ഇടാം.